വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ കോട്ട് കോളർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രിൽഡ് ഫ്രോക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ അതിന് വേണ്ടിയിട്ട് 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല തിക്നെസ് ഉള്ള തുണി തന്നെയാണ്. ഞാനിവിടെ ഇതിന് ബോഡി പാർട്ടിൽ മാത്രമാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. സ്കേർട്ട് പാർട്ടിലേക്ക് ലൈനിങ് വെക്കുന്നില്ല. വേണമെങ്കിൽ വെച്ചാൽ മതി, ബോഡി പാർട്ടിലും ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ബോഡി പാർട്ടിന് മാത്രം ലൈനിങ് വെച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബോഡി പാർട്ടിൻ്റെ അളവുകളൊക്കെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയലും കോട്ടൺ തന്നെയാണ്. ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ 2 മീറ്ററോളം ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ അളവനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 15 ഇഞ്ചാണ്. ചെസ്റ്റ് റൗണ്ട് നമുക്ക് 40 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 4 ഭാഗം 10 ഇഞ്ച്. ആ 10 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചോ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തുണി ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കാം. ഇവിടെ ലെങ്ത്ത് ഞാൻ 15 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഷോൾഡർ 7.5 ഇഞ്ചാണ് വേണ്ടത്, നോർമലായിട്ട് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. ഇവിടെ കോളർ നെക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് 8 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അത് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന അവിടെ നിന്നും 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു മിഡ് പോയിൻറ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ കർവ് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് 9 ഇഞ്ചാണ് വരുന്നത്. 1 ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് 4.5 ഇഞ്ച് ഇങ്ങോട്ടേക്കായിട്ട് ടക്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് റൗണ്ട് ഇവിടെ 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് ഒരു 3/4 ഇഞ്ച് ഇതേപോലെ മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം കേർവ് ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടല്ല കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സൈഡിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. ഇതേപോലെ കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി നെക്ക് ഭാഗം മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. കോട്ട് കോളറായിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 3 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ലെങ്ത്തും ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ആ ഒരു ബോക്സിനകത്ത് യു ഷേപ്പാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കോളറിന് വേണ്ടിയിട്ടുള്ള യു ഷേപ്പ് ആയതുകൊണ്ട് അധികം വീതിയിൽ ഇങ്ങനെ കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുത്താൽ മതി. ഫ്രണ്ട് ഭാഗത്തെ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. നോർമൽ നെക്കിന് 7 ഇഞ്ചാണ് കൊടുക്കാറ്. 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 8 ഇഞ്ചാണ്. ഇതൊരു കോളർ നെക്കായതുകൊണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സായിട്ട് വരച്ച ശേഷം അതിനകത്ത് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് സൈഡിൽ മാത്രം 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ്ങിൽ ബോഡി പാർട്ടിൻ്റെ എല്ലാ അളവുകളും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ മെയിൻ ഫാബ്രിക്കും ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി ചേർത്ത് ജോയിൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബാക്ക് ഭാഗത്തെ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു 3/4 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് 50 ഇഞ്ചാണ് വേണ്ടത്. 15 ഇഞ്ച് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇവിടെ ഞാനിനി സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ 25 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ
അടിവശം മടക്കി തയ്ക്കാനും ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടി 1.5 ഇഞ്ചാണ് ഞാനിവിടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ബാക്ക് പാർട്ടിലേക്കും ഫ്രണ്ട് പാർട്ടിലേക്കുമായിട്ട് 2 പീസ് വേണം നമുക്ക് ഈ ഒരു 26.5 ഇഞ്ചിൽ. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് 26.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതായത് 25 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 26.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ തുണി 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ മടക്കിയിട്ടിട്ട് ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. തുണി ഇപ്പോൾ ഇതേപോലെ 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബോഡി പാർട്ടിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു മേൽഭാഗം മാത്രം ഒരു 1/2 ഇഞ്ചോളം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ആ ഒരു കേർവ് ഷേപ്പിലാണ് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീതി എത്രയെന്ന് നോക്കാം. ഇവിടെ ടക്സിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുരുങ്ങിപ്പോവും. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ബാക്കി ഭാഗം മാത്രം മാർക്ക് ചെയ്താൽ മതി സ്കേർട്ട് പാർട്ടിൽ. ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നും താഴോട്ടേക്കായിട്ട് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്കേർട്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്തായിട്ട് ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഫ്രിൽസ് നമ്മൾ ഏലൈനായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ അടിവശത്ത് കറക്റ്റായിട്ടാണ് ഈ ഒരു വീതി ഉള്ളത്. അപ്പോൾ അത്രയും മാത്രം പോരാ. അതിൽ നിന്നും ഒരു മടങ്ങ് അധികമെങ്കിലും തുണിയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രിൽസായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. ഞാനിവിടെ 3 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ തുണി തികയുള്ളൂ. നന്നായിട്ട് ചുരുക്കിയിട്ട് കൊടുക്കണം എന്നാണെങ്കിൽ 2 മടങ്ങെങ്കിലും അധികം തുണി നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്രിൽസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫ്രില്ലിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 10 ഇഞ്ചാണ് എനിക്ക് ആവശ്യം. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് ഭാഗത്തേക്ക് 2 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഫ്രിൽസ് റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ബാക്ക് ഭാഗത്തേക്കും 4 പീസ് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടി ചേർത്ത് ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം മേൽഭാഗത്തൊരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ടാണ് ചുരുക്ക് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. നമുക്കിതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കാം. തുണി ഇതേപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. അടിവശത്ത് എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 13 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്ന നിന്നും 2.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ ഒരു ഹൈറ്റിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന 13 ഇഞ്ച് ലെങ്ത്തിൽ നിന്നും ക്യാപ്പ് ഹൈറ്റിന് വേണ്ടിയിട്ട് 3.25 അല്ലെങ്കിൽ 3 ഇഞ്ചോ താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തു. അവിടെ നിന്നും 9 ഇഞ്ച് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു ബോക്സിനകത്ത് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ വരച്ചെടുത്ത ശേഷം ഇതേപോലെ സ്ലീവ്സിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചാണ് എനിക്ക് വിഡ്ത്ത് വേണ്ടത്. താഴെ ഭാഗത്ത് ഞാൻ അളവുകൾ മാർക്ക് ചെയ്തെടുക്കുന്നില്ല. കാരണം അവിടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു തുണിയുടെ മാക്സിമം വിഡ്ത്ത് അതേപോലെ ഇട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഇതേപോലെ 2 പീസും ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു 2 ടക്സ് മാർക്ക് ചെയ്തതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിലെ നെക്ക് മാർക്ക് ചെയ്തതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന്
ഇതാദ്യം കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് കൂടി രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഈ ഒരു നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും താഴേക്ക് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് ഒരു യു ഷേപ്പിലുള്ള നെക്ക് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ക്യാൻവാസ് പേപ്പർ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു മെറ്റീരിയലിൽ തന്നെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പേപ്പർ ക്യാൻവാസാണിത്. ഇതിൻ്റെ വിഡ്ത്ത് 11 ഇഞ്ചും ലെങ്ത്ത് 13 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് കൂടി ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസ് വെച്ച് കൊടുത്താലും മതി. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു പീസിൻ്റെ ഫോൾഡഡ് സൈഡും ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ഫോൾഡഡ് സൈഡും ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ക്യാൻവാസിലേക്ക് കൂടി ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു 4 ഇഞ്ച് ലെങ്ത്ത് കൂടാതെ ടോട്ടൽ ലെങ്ത്ത് താഴേക്ക് 8 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടില്ല. ഈ ഒരു 8 ഇഞ്ച് ലെങ്ത്തിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതേപോലെ വരച്ച് നോക്കാം. ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് 2 സൈഡിലോട്ടായിട്ട് 1.25 ഇഞ്ച് ഈ ഒരു സൈഡിലോട്ടും ആ ഒരു സെൻട്രൽ ലൈനിൽ നിന്നും ഇങ്ങേ ഭാഗത്തേക്കായിട്ട് 1.25 ഇഞ്ച് ഇതേപോലെ 2 സൈഡിലേക്കും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 1.25 മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതേപോലെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം എല്ലാ സൈഡിലും ഓരോ പിന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു 1.25 ഇഞ്ച് ഈ ഒരു സെൻട്രൽ ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നും തുടങ്ങി ഇങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സൈഡിലേക്കും നമ്മൾ 1.25 ഇഞ്ചിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇനി വരച്ചെടുത്തിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു സെൻട്രൽ ഭാഗത്തെ ആ ലൈനിൽ കൂടി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഈ ഒരു കോർണറിലുള്ള ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് അവിടെ ചുളിവുകളില്ലാതെ കിട്ടും. ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ഈ ഒരു കോർണർ കറക്റ്റാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കത് കത്രികയുടെ എൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 പീസും ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഇതുവഴി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളോട്ടൊക്കെ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാനുള്ളതാണ്. ബാക്കി ഭാഗത്തേക്ക് നമ്മൾ കോളർ ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇനി നമുക്ക് ഈ 2 പീസും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസ് ഒട്ടിച്ച പീസ് നെക്ക് സൈഡിനോട് ചേർത്തിട്ട് കുറച്ച് വീതിയിൽ മാത്രം വെച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം.
നെക്ക് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്കായിട്ട് 2.5 ഇഞ്ചാണ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്കിന് ചുറ്റും ഇതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൻ്റെ അരികു വശം ഒരു 1/4 ഇഞ്ച് അളവിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3/4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരുന്നത്. നെക്ക് വിഡ്ത്ത് ഫ്രണ്ട് ഭാഗത്തെ സെയിം അളവിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിൻ്റെ സെൻട്രൽ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ 2 പീസും ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു നെക്ക് ഭാഗത്ത് കോളറിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. ഈ ഒരു ഭാഗം മുതലാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ടേപ്പ് ചരിച്ച് ഇവിടം വരെ എത്രയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 8 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതായത് ടോട്ടൽ 16 ഇഞ്ച്. ആ ഒരളവിൽ ക്യാൻവാസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോളർ വെക്കുന്നതിനും ഞാൻ പേപ്പർ ക്യാൻവാസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ 16 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ്. ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് നെക്ക് വിഡ്ത്തിൻ്റെ ആ ഒരു അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചിൽ ഞാനൊരു പോയിൻ്റ് ഈ ഒരു അടിവശത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നും ഈ ഒരു ഓപ്പൺ ഭാഗത്തേക്കായിട്ട് 1.5 ഇഞ്ച് മേലോട്ടേക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അതേ 8 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് അളന്ന് നോക്കണം. അതിനുശേഷം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അതല്ല കുറച്ച് ഇതേപോലെ ചരിച്ച് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പീസും കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 4 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡാണ് നെക്കോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേർവ് ഷേപ്പിൽ വരുന്ന ഭാഗമാണ് നെക്കോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ മെറ്റീരിയലിൽ തന്നെ ഉൾഭാഗത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഗമ്മുള്ള ഭാഗം വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിലുള്ള മറ്റൊരു പീസും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാൻവാസ് ഒട്ടിച്ച പീസിൻ്റെ അരികുവശം, അതായത് നെക്കോട് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഈ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല വശവും ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് താഴോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് ഈ ഒരു 3 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീങ്ങിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഭാഗത്തൊരു പിൻ ചെയ്ത് കൊടുക്കാം.
കുറേ അധികം തുണി ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിവശത്തും 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിട്ടിട്ട് എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം അടിവശത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വഴിയൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ പെടാണ്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചുളിവുകളില്ലാതെ കിട്ടും. ഈ ഒരു എൻഡ് ഭാഗം നന്നായിട്ടൊന്ന് കത്രികയുടെ എൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി ഇത് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശത്താണ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ നോർമൽ കോളറൊക്കെ ഉൾവശത്ത് നിന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു കോട്ട് കോളറിൻ്റെ പീസിൽ നല്ല ഭാഗത്ത് ബാക്ക് സൈഡിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ കോളറിൽ ഒരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം മറ്റേ ഭാഗത്തേക്കും അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏതാണോ എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു അറ്റത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇനി ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച ആ ഒരു പീസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് തയ്യൽ തുമ്പൊക്കെ കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഉൾഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് പീസും രണ്ട് സൈഡിലായിട്ടായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം സൂചി നൂല് ഉപയോഗിച്ചിട്ട് അതവിടെ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് മാത്രം സൂചി നൂലും വെച്ചിട്ട് 2-3 സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത്.
ഈ ഒരു സ്ലീവ്സിൽ ഇതേപോലെ ഞാൻ മേൽഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിവശത്ത് 1/4 ഇഞ്ച് അളവിൽ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് 2 സൈഡിലോട്ടായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഉൾവശത്ത് നിന്ന് ഒരു സൈഡിൽ നിന്നും 4 പ്ലീറ്റ്സ് സെൻട്രൽ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റേ ഭാഗത്തു നിന്നും 4 പ്ലീറ്റ് സെൻട്രൽ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടിവശത്ത് എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് അളവിലുള്ള എലാസ്റ്റിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് നിന്നും 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. ആ ഒരു ലൈനിലാണ് ഈ ഒരു എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു എലാസ്റ്റിക്കിന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ഞാൻ ആ ഒരു എലാസ്റ്റിക് റോളിൻ്റെ അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെയാണ് അടിവശത്ത് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഉണ്ടാവുക. 2 സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുക്കണം. ഇനി ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗത്ത് ഈ ഒരു സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗം കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പ്ലീറ്റ്സിൻ്റെ സെൻട്രൽ ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. ലൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ട് പാർട്ടിന് ജോയിൻ ചെയ്തെടുക്കാം. 26.5 ഇഞ്ചിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പും ചേർത്തിട്ടാണ് 26.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബോഡി പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് വശത്ത് സ്കേർട്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഫ്രണ്ട് ഭാഗത്തും ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രിൽസ് ചെയ്തെടുക്കേണ്ട 2 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ചിൽ നിന്നും ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ടാണ് പ്ലീറ്റ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ ഒരു നൂല് വലിച്ചെടുത്തിട്ട് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ അടിവശത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരറ്റം മുതൽ ഈ ഒരു അറ്റം വരെ കറക്റ്റായിട്ട് ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വെച്ച് നോക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചുരുക്ക് വരുന്ന ഭാഗം എല്ലാ സൈഡിലും ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതേപോലെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്ത് കൂടി ഈ ഒരു സൈഡ് വഴി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി സ്ലീവ്സ് മുതൽ താഴെ വരെ അളവനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം അടിഭാഗം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു അടിവശത്ത് ഒരു 1/4 ഇഞ്ച് അളവിൽ ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോട്ട് കോളർ നെക്ക് വരുന്ന ഫ്രോക്ക് കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.